ബൈബിളിലെ 10 അടിസ്ഥാന ഉപദേശങ്ങളിൽ സഭാശാസ്ത്രം എന്ന വിഷയമാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. സഭാശാസ്ത്രം എന്നാൽ എന്ത്? യക്, ഖലിയോ എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ കൂടിച്ചേർന്ന എക്ലീസിയ എന്ന വാക്കിന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. സഭയുടെ ആരംഭം, വളർച്ച, സഭ എന്ന മർമ്മം, അടിസ്ഥാനോപദേശങ്ങൾ, ദൗത്യം, ആരാധന, സഭയും ശിക്ഷണ നടപടികളും, സഭയുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള പഠനമാണ് സഭാശാസ്ത്രം. സഭയുടെ ആരംഭം. കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം 50-ാം ദിവസം അഥവാ പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ കർത്താവും ശിഷ്യന്മാരും പെസഹ ഭക്ഷണത്തിനായി കൂടി വന്ന അതേ മാളികയിൽ മർക്കോസിൻ്റെതെന്ന് കരുതുന്നു. യൂദയൊഴികെയുള്ള ശിഷ്യന്മാരും മറ്റനുയായികളും ചേർന്ന 120 പേരടങ്ങുന്ന സംഘത്തിന്മേൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുകയും അവരുടെ ശുശ്രൂഷയാൽ അന്ന് 3000 പേർ അവരോട് ചേരുകയും ആദിമസഭ രൂപീകൃതമാകുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 2:1 നോക്കുക. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തെ തുടർന്ന് ചിതറിപ്പോയ ദൈവജനം പലസ്തീൻ പ്രദേശങ്ങളിൽ സുവിശേഷ ഘോഷണം നടത്തുകയും അനേക പ്രാദേശിക സഭകൾ രൂപീകൃതമാവുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 8:1-4 വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തുസഭയ്ക്ക് ഒരു സാർവത്രിക സ്വഭാവം കൈവന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രകളും മറ്റ് അപ്പോസ്തലന്മാരുടെ ദേശാന്തര സുവിശേഷ പ്രയാണങ്ങളും പൗലോസിൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും എഴുത്തുകളും മുഖാന്തരമാണ്. പ്രാരംഭഘട്ടത്തിൽ തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ വരികയും AD 52 സഭകൾ സ്ഥാപിതമാവുകയും ചെയ്തു എന്ന് സഭാചരിത്ര രേഖകളിൽ കാണുന്നു. സഭയുടെ മർമ്മം. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർക്ക് വെളിപ്പെടാതിരുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി കിട്ടിയതുമായ സത്യങ്ങളായാണ് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ 3:2-6 വരെ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മർമ്മം എന്ന് ഈ ലേഖനത്തിൽ 6 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. എഫേസ്യർ 1:9, 3:3, 4-5 വാക്യങ്ങൾ, 5:32, 6:19. ഈ സത്യങ്ങൾ പൗലോസ് അറേബ്യയിലായിരുന്ന കാലത്ത് വെളിപ്പെടുത്തി കിട്ടിയതാകാം. 1 കൊരിന്ത്യർ 14:2, ഗലാത്യർ 1:11-17 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 12:12 പറയുന്നത് പോലെ യേശുക്രിസ്തുവിൽ ഒന്നായി തീർന്ന സഭയെയാണ് ഇവിടെ വിവരിക്കുന്നത്. ആത്മാവിനാൽ മഹത്വമാർന്ന മർമ്മങ്ങളെക്കുറിച്ച് ഈ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ പൗലോസ് ആത്മാവിലായിരുന്നു. യോഹന്നാൻ പത്മോസിൽ ആത്മവിവശതയിലായിരുന്നതുപോലെ. വെളിപ്പാട് 1:10, മത്തായി 16:17. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ സഭ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പുതിയ നിയമ സഭയോട് ബന്ധമില്ല. അപ്പോസ്തലപ്രവൃത്തി 19:32-41 വാക്യങ്ങളിൽ ജാതികളുടെ അക്രമി സംഘത്തെയും അസംബ്ലി അല്ലെങ്കിൽ സഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സഭയിൽ രക്ഷിക്കപ്പെട്ട പുറജാതിയായാലും യഹൂദനായാലും ഒരുപോലെ എന്നാണ് 6-ാം വാക്യം പറയുന്നത്. ഇസ്രായേലിനെ ദൈവം വിളിക്കുമ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്തത് പ്രധാനമായും ഭൗതിക അനുഗ്രഹങ്ങളാണ്. ആവർത്തനം 28, ആമോസ് 9:13-15 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പുതിയ നിയമസഭയെ കർത്താവ് വിളിച്ചത് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് പങ്കാളിയാക്കുവാനാണ്. എഫേസ്യർ 1:3 അതുതന്നെ പറയുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെങ്കിൽ പുറപ്പാട് 19:5 ക്രിസ്തീയ സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ രൂപം കൊണ്ടതാണ് സഭ. ഒരു നാൾ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നതുവരെ സഭ ഈ ഭൂമിയിൽ കാണും. 1 തെസ്സലോനിക്കർ 4:13-19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യഹൂദന്മാരും ജാതികളും ഒന്നായി തീരുന്ന ഈ മർമ്മത്തെക്കുറിച്ച് ആദ്യമായി വെളിപ്പെട്ട് കിട്ടിയത് പൗലോസിനാണ്. 1 പത്രോസ് 1:10-12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് പ്രാദേശിക സഭയും സാർവത്രിക സഭയും. പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉത്പ്രാപണം വരെ യഹൂദനെന്നോ പുറജാതികളെന്നോ വ്യത്യാസമില്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വേർതിരിഞ്ഞവരുടെ കൂട്ടമാണ് സാർവത്രിക സഭ. മത്തായി 16:18 എൻ്റെ സഭ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സാർവത്രിക സഭയെക്കുറിച്ചാണ്. സ്ഥലകാല വ്യത്യാസമില്ലാതെ രക്ഷിക്കപ്പെടുന്ന സകലരും ആ സമയം തന്നെ സാർവത്രിക സഭയുടെ അംഗങ്ങളായിത്തീരുന്നു.
ആഗോള വ്യാപകമായ ഈ സഭ ഇന്ന് പൂർണ്ണമായും ഒരാൾക്ക് ദൃശ്യമായിരിക്കുന്നില്ല. അടുത്തത് പ്രാദേശിക സഭ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവരും ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്നവരും പുതിയ നിയമ അനുഷ്ഠാനങ്ങളായ സ്നാനവും കർത്തൃമേശയും ആചരിക്കുന്നവരും മൂപ്പന്മാരാൽ അഥവാ അധ്യക്ഷന്മാർ നയിക്കപ്പെടുന്നവരുമായ വിശ്വാസികളുടെ കൂട്ടമാണ് പ്രാദേശിക സഭ. അടുത്തതായി സഭയുടെ സാദൃശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സാദൃശ്യങ്ങൾ തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്നു. 1. ശിരസും ശരീരവും. കൊലോസ്യർ 1:18, എഫേസ്യർ 1:23. തലയാകുന്ന ക്രിസ്തുവിൻ്റെ ഹിതവും കൽപ്പനകളും ശരീരമാകുന്ന സഭ പ്രവൃത്തിപഥത്തിലാക്കണം. ഇല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസാദമാകിയില്ലെന്ന് മാത്രമല്ല, സഭയുടെ വളർച്ചയ്ക്കും യോഗ്യമാകിയില്ല. 2. മണവാളനും മണവാട്ടിയും. 2 കൊരിന്ത്യർ 11:2, വെളിപ്പാട് 19:7, 21:9, 22:17. സഭ ഒരു കന്യകയെപ്പോലെ പരിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. 1 ആദാമിന് വിശുദ്ധിയോടുകൂടിയ ഭാര്യയെ ലഭിച്ചു. ഒടുക്കത്തെ ആദാമിനും വിശുദ്ധിയോടുകൂടിയ ഭാര്യയെ ലഭിക്കണം. കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച സഭ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് എന്ന് പൗലോസ് പറയുന്നു. 3. മൂലക്കല്ലും കല്ലുകളും. 1 പത്രോസ് 2:4, 7, എഫേസ്യർ 2:20. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉറപ്പിനെയാണിത് കാണിക്കുന്നത്. ക്രിസ്തു മൂലക്കല്ലായി അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന കല്ലുകളാണ് വിശ്വാസികൾ. 4. മുന്തിരിവള്ളികളും കൊമ്പുകളും. യോഹന്നാൻ 15:5. പിതാവായ ദൈവത്തെ തോട്ടക്കാരനായും പുത്രനായ ക്രിസ്തുവിനെ മുന്തിരിവള്ളിയായും വിശ്വാസികളെ ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളായും യോഹന്നാൻ 15-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് വിശ്വാസികളായ നാം ഓരോരുത്തരും ആത്മീയ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ്. 5. മഹാപുരോഹിതനും പുരോഹിതന്മാരും. എബ്രായർ 7:26, 1 പത്രോസ് 2:9. സഭയെ ദൈവാലയത്തോട് ഉപമിക്കുമ്പോൾ ക്രിസ്തു അതിൻ്റെ മഹാപുരോഹിതനാണ്. മഹാപുരോഹിതനായ ക്രിസ്തുവും പുരോഹിതന്മാരായ സഭയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്നത് ആരാധനയുടെ ഐക്യതയാണ്. 6. ഇടയനും ആടുകളും. യോഹന്നാൻ 10:11, 14, 15 വാക്യങ്ങൾ. ക്രിസ്തു സഭയ്ക്ക് നൽകുന്ന സുരക്ഷിതത്വത്തെയും ആടുകൾ എന്ന നിലയിൽ വിശ്വാസികൾ ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് അടുത്തതായി സഭയുടെ പരിപാലനം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. ഓരോ പ്രാദേശിക സഭകളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതും മൂപ്പന്മാരുടെ ഭരണത്തിൽ അടിസ്ഥാനോപദേശ വിഷയങ്ങളിൽ നിശ്ചയമുള്ളവരായി ശുശ്രൂഷകളിൽ മുതിർന്നു വരേണ്ടതുമാണ്. പൗലോസ് തൻ്റെ 1-ാം മിഷണറി യാത്രയിൽ ദർബയിൽ നിന്നും തിരികെ പോരുമ്പോൾ സഭകളിൽ മൂപ്പന്മാരെ നിയമിച്ചു. അപ്പോസ്തല പ്രവൃത്തി 14:23. ഓരോ വിശ്വാസിക്കും ആത്മാവിൻ്റെ പ്രകാശനം ലഭിക്കുന്നത് പോലെ പൊതുപ്രയോജനത്തിനായി സഭയിൽ ശുശ്രൂഷിക്കാവുന്നതാണ്. 1 കൊരിന്ത്യർ 12:7, 11, 18 വാക്യങ്ങൾ, 14:26, എഫേസ്യർ 4:7, 16, 1 പത്രോസ് 4:10. സ്നാനം, കർത്തൃമേശ, വിവാഹം, ശവസംസ്കാരം ആദിയായ ശുശ്രൂഷകൾ ആര് നിർവഹിക്കണമെന്നതിനെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങളില്ല. എന്നാൽ അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ച് 1 തിമോഥെയോസ് 3:1 മുതൽ 13 വരെയും തീത്തോസ് 1:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും വിശദീകരിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. മൂപ്പൻ, എൽഡർ, അധ്യക്ഷൻ, ബിഷപ്പ് എന്നീ പദങ്ങൾ ഒരേ ആശയം ഉൾക്കൊള്ളുന്നവയാണ്. ഗ്രീക്കിൽ അവയെ പ്രിസ്ബിറ്ററോയി എന്നും എപ്പിസ്കോപ്പോയി എന്നും വിളിക്കുന്നു. മൂപ്പന്മാരെ പാസ്റ്റർമാർ എന്നും അധ്യക്ഷന്മാരെന്നും മേൽവിചാരകന്മാരെന്നും ഇടയന്മാരെന്നും രക്ഷാകർത്താക്കളെന്നും സഭാ നേതാക്കന്മാരെന്നും വിളിച്ചിട്ടുണ്ട്. പുരാതന കാലങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിലും മൂപ്പന്മാർ ഉണ്ടായിരുന്നു. സംഖ്യ 11:16. മൂപ്പന്മാരുടെ സേവനം നല്ല വേലയാണെങ്കിലും അവർ ത്യാഗമനുഷ്ഠിക്കുവാൻ സന്നദ്ധരായിരിക്കണം. ഒരു പ്രാദേശിക സഭയിൽ ഒന്നിലധികം മൂപ്പന്മാർ ഉണ്ടായിരുന്നതായി പുതിയ നിയമം വ്യക്തമാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:17. മൂപ്പൻ എന്ന പദം ചിലപ്പോഴൊക്കെ പ്രായമായ ആളിനെയും ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരെയും കുറിക്കുന്നു. അതുകൊണ്ട് പ്രായം കൊണ്ട് പക്വതയും കൃപാവരം തെളിഞ്ഞും വന്നവർ മൂപ്പന്മാരാകുന്നതാണ് നല്ലത്.
മൂപ്പന്മാരുടെ 14 യോഗ്യതകൾ ഈ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സ്ഥലം സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്കും നടത്തിപ്പിനുമായി പരിശുദ്ധാത്മാവിനാൽ ആക്കി വയ്ക്കപ്പെടുന്ന പക്വമതികളും യോഗ്യന്മാരുമായ ആത്മീയ നേതാക്കളാണ് മൂപ്പന്മാർ. മേൽപ്പറഞ്ഞ 2 വേദഭാഗങ്ങളിലും മൂപ്പന്മാരുടെ നിരവധി യോഗ്യതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, അവർ അപവാദരഹിതരും അകത്തുള്ളവരാലും പുറത്തുള്ളവരാലും നല്ല സാക്ഷ്യം ലഭിച്ചവരും ആയിരിക്കണം. രണ്ടാമതായി, അവർ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുന്നു. അതായത് അവർ അവിവാഹിതനായിരിക്കരുത് എന്ന് സാരം. ഇന്ന് പല ക്രൈസ്തവ സമൂഹങ്ങളിലും ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് കാണാം. മാത്രമല്ല, അവിവാഹിത ജീവിതം വിശുദ്ധിയുടെ മാനദണ്ഡമായി ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടുമില്ല. തുടർന്ന് നിർമ്മതൻ, ജിതേന്ദ്രിയൻ, സുശീലൻ, അതിഥിപ്രിയൻ, ഉപദേശിപ്പാൻ സമർത്ഥൻ എന്നീ യോഗ്യതകളും പറഞ്ഞിരിക്കുന്നു. പിന്നെ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ അനുസരണത്തിൽ വളർത്തുന്നവനുമായിരിക്കണം. മാത്രമല്ല, അവൻ സമീപകാലത്ത് മാത്രം വിശ്വാസത്തിലേക്ക് വന്നവനുമായിരിക്കരുത്. ഇവിടെ പറയുന്ന 14 യോഗ്യതകളുമുള്ള സഭാ ശുശ്രൂഷകന്മാർ സഭകളിൽ എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ 3:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. സഭയിലെ ഭരണപരവും ഉപദേശപരവുമായ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് മൂപ്പന്മാരാണെങ്കിൽ, സഭയിലെ ഭൗതിക ശുശ്രൂഷകളും മൂപ്പന്മാരോട് സഹകരിച്ചുള്ള ശുശ്രൂഷകളും ചെയ്യുന്നവരാണ് ശുശ്രൂഷകന്മാർ അഥവാ ഡീക്കന്മാർ. ഇവരെപ്പറ്റി ആദ്യമായി പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 6:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ശുശ്രൂഷ തരംതാണ ജോലിയായിരുന്നില്ല. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരിക്കണം എന്ന് അപ്പോസ്തലപ്രവൃത്തി 6:5 പറയുന്നു. അവരുടെ മറ്റ് യോഗ്യതകൾ 8 മുതൽ 12 വരെ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ്. ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ പറയുന്നതിൻ്റെ മധ്യത്തിൽ സ്ത്രീകളുടെ കാര്യം പറയുന്നതിനാൽ വാക്യം 11, അവർ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരായിരിക്കാം. അല്ലെങ്കിലും അവർ ശുശ്രൂഷകന്മാരുടെ സഹായികളായിരിക്കാനാണ് സാധ്യതകൾ. അവർ വനിതാ സ്നാനാർത്ഥികളെ സ്നാനത്തിൽ പരിചരിക്കുക, ഭവന സന്ദർശനം നടത്തുക എന്നീ കാര്യങ്ങൾ ചെയ്തു പോന്നതായി ചില വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. അവരുടെ യോഗ്യതകളും ഇവിടെ പറയുന്നുണ്ട്. അവർ ഘനശാലികളും സംയമനമുള്ളവരും വിശ്വസ്തമാരും ഏഷണി പറയാത്തവരുമായിരിക്കണം. ഏഷണി പറയുക എന്നത് മിക്കവാറും സ്ത്രീകളുടെ സഹജവാസനയാകിയാൽ അതിൽ കർശന നിയന്ത്രണം വച്ചിരിക്കുകയാണ്. തീത്തോസ് 1:5-7 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായി സഭയുടെ ശിക്ഷണ നടപടികൾ എങ്ങനെയാണെന്ന് നോക്കാം. സഭ ദൈവത്തിൻ്റെ ഗൃഹമാകിയാൽ അവിടെ വ്യക്തമായ ശിക്ഷണ നടപടികൾ ഉണ്ടായിരിക്കേണ്ടതാണ്. സഭ കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല, പ്രത്യുത ക്രമീകൃതമായ ഒരു ആത്മീയ സംവിധാനമാണ്. സഭ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സഭയിൽ നടപ്പാക്കേണ്ട ശിക്ഷണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. മത്തായി 18:15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ശിക്ഷിക്കുന്നവനാണെന്നുള്ളതിന് അനേക തെളിവുകൾ വചനത്തിലുണ്ട്. എബ്രായർ 12:5 മുതൽ 8 വരെ 10-ാമത്തെ വാക്യം, നാഹും 1:3, ഇരമ്യാവ് 47:28, വെളിപ്പാട് 3:19. ശിക്ഷണ നടപടികൾ സഭയുടെ നല്ല സാക്ഷ്യത്തിനും സുഗമമായ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. സഭയിൽ പക്ഷാഭേദം കാണിക്കുവാൻ പാടില്ല. അതായത് വലിയവനോ ചെറിയവനോ എന്ന വ്യത്യാസം. വലിയ കാര്യങ്ങൾ അവഗണിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് നടപടിയെടുക്കുകയും ചെയ്യുന്ന സ്വഭാവം പാടില്ല. നേരെ തിരിച്ചും പാടില്ല. ശിക്ഷണ നടപടികളിൽ വചനത്തിൻ്റെ പ്രമാണം കൃത്യമായി പാലിച്ചിരിക്കണം. സഭയുടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. അടുത്തതായി സഭയുടെ അനുഷ്ഠാനങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓർഡിനൻസ് ഓഫ് ദി ചർച്ച്. ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതും സഭ അനുഷ്ഠിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതുമായ ശുശ്രൂഷകളെയാണ് സഭയുടെ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഓർഡിനൻസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ അനുഷ്ഠാനങ്ങൾക്ക് സൈക്രമെൻറ്റ്സ് എന്ന മറ്റൊരു പദവും ഉപയോഗത്തിലുണ്ട്. കത്തോലിക്ക സഭ 7 കൂദാശകളുടെ ഉപദേശം സഭയിൽ പഠിപ്പിച്ചു തുടങ്ങിയത് 13-ാം നൂറ്റാണ്ട് മുതലാണ്. ടെൻറ്റ് സുന്നഹദോസിൽ വെച്ച് സഭയുടെ ഔദ്യോഗിക നിലപാടായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മർത്തോമാ സഭ തുടങ്ങിയവരും 7 കൂദാശകളെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന സഭകൾ ആചരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളാണ് സ്നാനവും തിരുവത്താഴവും. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന 2 കൽപ്പനകൾ. മറ്റുള്ളവ മനുഷ്യ നിർമ്മിതങ്ങളാണ്.
ഒന്ന്, സ്നാനം. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിച്ചതിൻ്റെയും ക്രിസ്തീയ സമർപ്പണത്തിൻ്റെയും പരസ്യമായ ഏറ്റുപറച്ചിലാണ് സ്നാനം. കർത്താവിൻ്റെ കൽപ്പനയാണിത്. മത്തായി 28:18 മുതൽ 20 വരെയും റോമർ 6:2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്ന സംഭവം യെരുശലേമിൽ നടന്നതാണ്. ഇതിനെ കർത്താവിൻ്റെ അന്ത്യനിയോഗം അല്ലെങ്കിൽ മഹാനിയോഗം എന്ന് വിളിക്കുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ ഇത് പറയുമ്പോൾ അല്പം ചില വ്യത്യാസങ്ങളുണ്ട്. ശിഷ്യന്മാരുമായുള്ള ഈ അന്ത്യ കൂടിക്കാഴ്ച രാത്രി മുഴുവൻ നീണ്ടു. പ്രഭാതമായപ്പോൾ അവർ കിദ്രോൻ തോട് കടന്ന് ഗെത്സമനത്തോട്ടത്തിലൂടെ ഒലിവുമലയിലെത്തി. അവരെ ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. അതെല്ലാം നമുക്ക് വിശദമായി എഴുതി തന്നിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. ഓരോ സുവിശേഷത്തിലും ഇത് സംബന്ധിച്ചുള്ള വ്യത്യാസങ്ങൾക്ക് അതത് സുവിശേഷങ്ങളിൽ നിന്നുള്ള വിശദീകരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ അന്ത്യനിയോഗം 19-20 വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്നത് പോലെയാണ് ഗ്രീക്കിലും മറ്റു ഭാഷാന്തരങ്ങളിലും ഉള്ളത്. മഹാനിയോഗത്തിൻ്റെ ലക്ഷ്യം നോക്കാം. കർത്താവ് പന്തിരുവരെ അയക്കുമ്പോൾ യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുവാനാണ് കൽപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവാനും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനും നിർദ്ദേശിക്കുന്നു. എല്ലാ ജാതികളിൽ നിന്നും തനിക്ക് ശിഷ്യന്മാർ ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സകല ജാതികളെയും ഒന്നാക്കി തീർക്കണം എന്നാണ് കർത്താവിൻ്റെ നിയോഗത്തിലെ ലക്ഷ്യം. സ്നാനപ്പെടുത്തുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളെയും ഇവിടെ വ്യക്തമായി ചിത്രീകരിക്കുകയും 3നും കൂടി ഒരു നാമം അഥവാ ദൈവം മാത്രം എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവർ ത്രിയേക ദൈവത്തോട് ഏകീഭവിക്കുകയാണ്. മാത്രമല്ല, ദൈവം തങ്ങളുടെ പിതാവാണെന്നും യേശുക്രിസ്തു തങ്ങളുടെ കർത്താവും രക്ഷിതാവുമാണെന്നും തങ്ങളിൽ അധിവസിക്കുകയും ശക്തീകരിക്കുകയും ഉപദേശിച്ച് വഴി നടത്തുന്നവനാണ് പരിശുദ്ധാത്മാവെന്നും സമ്മതിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിക്കണമെന്ന് കർത്താവ് നിഷ്കർഷിച്ച് പറയുന്നു എന്നത് ശ്രദ്ധേയമാണ്. അടുത്തത് തിരുവത്താഴം. കർത്താവ് ആചരിക്കുവാൻ കൽപ്പിച്ച മറ്റൊരു അനുഷ്ഠാനമാണ് തിരുവത്താഴം. അതേക്കുറിച്ച് 1 കൊരിന്ത്യർ 11:17 മുതൽ 34 വരെ വാക്യങ്ങളിലും മത്തായി 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും പരാമർശിച്ചിരിക്കുന്നു. കർത്തൃമേശയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. 1. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. 1 കൊരിന്ത്യർ 11:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 2. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 11:26. 3. ശിഷ്യന്മാർ ഈ ശുശ്രൂഷ നടത്തുകയും നടത്തുവാൻ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 2:42, 46, 20:7. 4. കർത്താവിൻ്റെ രണ്ടാം വരവിനെ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 11:26. മറ്റൊരു വിഭജനം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. 1. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി, ഇതൊരു സ്മാരക ശുശ്രൂഷ. 2. ആരാധനയ്ക്ക് പ്രേരകമായി, ഇതൊരു സ്തോത്ര ശുശ്രൂഷ. 3. സ്വയം ശോധന ചെയ്യേണ്ടതിന് വേണ്ടിയുള്ള ശുശ്രൂഷ, അതായത് സമർപ്പണ ശുശ്രൂഷ. 4. കർത്താവുമായും ദൈവമക്കൾ തമ്മിലുമുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതായത് കൂട്ടായ്മയുടെ ശുശ്രൂഷ. 5. കർത്താവ് വരുവോളം, അതായത് പ്രത്യാശയുടെ ശുശ്രൂഷ. കർത്തൃമേശയ്ക്ക് 3 പേരുകളാണുള്ളത്. 1. അപ്പം നുറുക്കുക, അപ്പോസ്തല പ്രവൃത്തി 2:42. 2. കർത്താവിൻ്റെ മേശ, 1 കൊരിന്ത്യർ 10:21. 3. കർത്താവിൻ്റെ അത്താഴം, 1 കൊരിന്ത്യർ 11:20. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി പെസഹ അത്താഴാനന്തരം ഇത് സ്ഥാപിച്ച് നൽകുമ്പോൾ പൗലോസ് ശിഷ്യന്മാരുടെ ഗണത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയെക്കുറിച്ച് ആധികാരികമായി എഴുതുവാൻ തനിക്ക് കർത്താവിൽ നിന്നും വെളിപ്പാട് ലഭിക്കുകയുണ്ടായി. വാക്യം 23. സുവിശേഷ മർമ്മം, ഗലാത്യർ 1:12. സഭയാം മർമ്മം, എഫേസ്യർ 3:3. ഉൽപ്രാവണം, 1 തെസ്സലോനിക്കർ 4:15 തുടങ്ങിയ വിഷയങ്ങളും കർത്താവിങ്കൽ നിന്നും നേരിട്ട് പ്രാപിച്ചു എന്ന് താൻ പറയുന്നു. പകലിലെ അധ്വാനമെല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് കഴിക്കുന്നതാണ് അത്താഴം. ദൈവകുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കഴിക്കുന്നതാണ് കർത്താവിൻ്റെ അത്താഴം. ആദ്യകാലത്ത് അത്താഴത്തിന് ശേഷമാണ് കർത്തൃമേശ ആചരിച്ചിരുന്നത്.
കർത്താവിനെ സ്നേഹപൂർവ്വം ഓർക്കുന്നതും കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതുമായ ശുശ്രൂഷയാണിത്. കർത്താവ് നിയമിച്ചതായതുകൊണ്ടാണ് കർത്താവിൻ്റെ അത്താഴം എന്ന പേര് ഈ ശുശ്രൂഷയ്ക്ക് ഉണ്ടായി വന്നത്. അപ്പവും മുന്തിരിച്ചാറും വെവ്വേറെ ആയിരിക്കുന്നത് രക്തം മുഴുവൻ വാർന്നുപോയ ശരീരം മരിച്ചതാണെന്ന് വ്യക്തമാക്കുകയാണ്. പ്രാരംഭ നാളുകളിൽ രാത്രി നടത്തിയിരുന്ന ഈ സ്മാരക ശുശ്രൂഷ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഞായറാഴ്ച രാവിലെയാണ് പിൽക്കാലത്ത് നടത്തിയിരുന്നത്. കർത്താവിൻ്റെ അത്താഴം എന്നതിന് ഗ്രീക്കിലെ ആശയം കർത്താവിൻ്റെ സദ്യ എന്നാണ്. തിരുവത്താഴം കത്തോലിക്ക വീക്ഷണത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. AD 1215 4-ാമത്തെ ലാട്രാൻ കൗൺസിലിൽ കത്തോലിക്ക സഭ അംഗീകരിച്ച ഒരു ദുരുപദേശമാണ് വസ്തുമാറ്റ ഉപദേശം. പുരോഹിതൻ അർപ്പിക്കുന്ന ദിവ്യബലിയിലൂടെ അപ്പവീഞ്ഞുകൾക്ക് വസ്തുമാറ്റം സംഭവിക്കുകയും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്നു എന്ന് അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കർത്തൃമേശ എന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം ആയതിനാൽ കർത്താവിൻ്റെ ശരീരവും രക്തവും പ്രാണനും ദിവ്യത്വവുമെല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയാണെന്നും ഇതൊരു പ്രായശ്ചിത്ത യാഗമാണെന്നും അതുകൊണ്ട് അർപ്പിച്ച വസ്തുക്കളിൽ മിച്ചമുള്ളത് സൂക്ഷിച്ചു വയ്ക്കണമെന്നും അത് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിന് തുല്യമാണെന്നും അവർ പഠിപ്പിക്കുന്നു. അപ്പവീഞ്ഞുകളിൽ ക്രിസ്തുവിൻ്റെ ആത്മീയ സാന്നിധ്യം ഉണ്ടെന്നും എന്നാൽ അപ്പവും വീഞ്ഞും തന്നെ ആയിരിക്കുന്നു എന്ന് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചു. ഇത് ക്രിസ്തുവിൻ്റെ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമാണെന്ന് സിംഗ്ലി പഠിപ്പിച്ചു. കർത്തൃമേശയിലൂടെ ക്രിസ്തു നമ്മോട് ബന്ധം പുലർത്തുന്നത് ദൈവകൃപ കൂടുതൽ പ്രാപിക്കുന്നതിന് കാരണമായിത്തീരുന്നു എന്നാണ് ജോൺ കാൽവിൻ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ ജഡാവതാരം, സഹനം, ക്രൂശുമരണം എന്നിവയെയും ക്രിസ്തു വേഗം മടങ്ങിവരും എന്ന പ്രത്യാശയെയും നാം ഒരു നാൾ കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കും എന്ന വിശ്വാസത്തെയും ഉണർത്തുന്ന സ്മാരക ശുശ്രൂഷയാണ് കർത്തൃമേശ. അടുത്തതായി സഭയുടെ ചുമതലകൾ എന്താണെന്ന് നോക്കാം. സഭാംഗങ്ങളെ ആത്മീയമായി വളർത്തുവാൻ വേണ്ടത് ചെയ്യുക. ഇത് ഇടയ ജോലിയാണ്. സഭാംഗങ്ങൾ എല്ലാവരും സ്നേഹത്തിലും ഐക്യതയിലും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വചന പ്രബോധനവും കൂട്ടായ്മയും മുഖാന്തരമാകണം. അതിഥി സൽക്കാരം ചെയ്യുന്നതിലും മുട്ടുള്ളവരെ സഹായിക്കുന്നതിലും രോഗികളെയും വിധവമാരെയും കരുതുന്നതിലും ജാഗ്രത പാലിക്കണം. സർവോപരി സുവിശേഷവൽക്കരണം എന്നത് സഭയുടെ ലക്ഷ്യമായിരിക്കണം. അതിനായി സുവിശേഷകന്മാർ സഭയിൽ നിന്നും എഴുന്നേൽക്കുവാൻ പ്രബോധിപ്പിക്കുകയും പ്രവർത്തനത്തിനിറങ്ങുന്നവർക്ക് പ്രാർത്ഥനയുടെയും സാമ്പത്തിക സഹായത്തിൻ്റെയും പിൻബലം കൊടുക്കേണ്ടതുമാണ്. അടുത്തതായി സഭയുടെ ഭാവി. സഭ കർത്താവിൻ്റെ 2-ാം വരവിനെ പ്രത്യാശയോടെ ഉറ്റുനോക്കുകയാണ്. യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ താൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നും ഒരുക്കി തീർത്താൽ മടങ്ങി വന്ന് തൻ്റെ സഭയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുമുള്ള വാഗ്ദാനത്തിൽ ഉറച്ച് സഭ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് ലൂക്കോസ് 10:35 പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ലോകമാകുന്ന വഴിയമ്പലത്തിൽ സഭ പ്രതിഫലവുമായി വരുന്ന കർത്താവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഒരു മണവാളൻ തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ കാന്തയായ സഭയെ സ്വീകരിച്ച് പ്രതിഫലങ്ങളും കിരീടങ്ങളും സമ്മാനിച്ച് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആസ്ഥാനമായ നിത്യതയിലേക്ക് ചേർത്തുകൊള്ളും. മണവളനേശു വരുന്നിതല്ലോ, മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. ലോകമെങ്ങും ലക്ഷ്യം കണ്ടു തുടങ്ങി, വേഗം വരുമേശു ലോകരക്ഷകൻ. അത്തിവൃക്ഷം പൂത്തു തളിർത്തു കാൺമിൻ, വീണ്ടെടുപ്പിൻ കാലം അടുത്തിതല്ലോ. മണവളനേശു വരുന്നിതല്ലോ,
മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. മണവാളനേശു വരുന്നിതല്ലോ, മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. യുദ്ധവും പകർച്ചവ്യാധികളെല്ലാം ക്രിസ്തുവരവിന്റെ സത്യലക്ഷ്യങ്ങൾ. യുദ്ധവും പകർച്ചവ്യാധികളെല്ലാം ക്രിസ്തുവരവിന്റെ സത്യലക്ഷ്യങ്ങൾ. കള്ളനെന്നപ്പോൾ ഞാൻ വേഗം വരുന്നു, വെള്ളവസ്ത്രമെല്ലാം കാത്തുകൊള്ളട്ടെ. കള്ളനെന്നപ്പോൾ ഞാൻ വേഗം വരുന്നു, വെള്ളവസ്ത്രമെല്ലാം കാത്തുകൊള്ളട്ടെ. കന്യകമാർ 10 ഉറങ്ങിടുന്നു, പാതിരാത്രി തന്നിൽ പ്രിയൻ വരുമേ. കന്യകമാർ 10 ഉറങ്ങിടുന്നു, പാതിരാത്രി തന്നിൽ പ്രിയൻ വരുമേ. മണവാളനേശു വരുന്നിതല്ലോ, മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. മണവാളനേശു വരുന്നിതല്ലോ, മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. ദാസരെല്ലാം നിത്യം ജാഗരിക്കട്ടെ, യേശു വരും സെക്കൻഡ് അറിഞ്ഞുകൂടാ. ദാസരെല്ലാം നിത്യം ജാഗരിക്കട്ടെ, യേശു വരും സെക്കൻഡ് അറിഞ്ഞുകൂടാ. ഗോപുരത്തിൽ കൂടി അകത്തു പോവാൻ വസ്ത്രമലക്കുന്നോ ഭാഗ്യമുള്ളവർ. ഗോപുരത്തിൽ കൂടി അകത്തു പോവാൻ വസ്ത്രമലക്കുന്നോർ ഭാഗ്യമുള്ളവർ. വേഗം വരുമെന്ന് മൊഴിഞ്ഞ പറ, വരിക മേഘത്തിൽ ഞങ്ങളെ ചേർപ്പാൻ. വേഗം വരുമെന്ന് മൊഴിഞ്ഞ പര, വരിക മേഘത്തിൽ ഞങ്ങളെ ചേർപ്പാൻ. മണവാളനേശു വരുന്നിതല്ലോ, മണവാട്ടി വേഗം ഉണർന്നിടട്ടെ.